Matthew 11th chapter, മത്തായി 11-ാം അധ്യായം 28th verse. 28-ാം വാക്യം. Come unto me, all you that labor and are heavy laden, and I will give you rest. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. You know, my friends, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, where do you find real rest? എവിടെയാണ് നിങ്ങൾ യഥാർത്ഥ വിശ്രമം കണ്ടെത്തുന്നത്? Today in the office, ഇന്ന് ഓഫീസിൽ those who work hard are piled up with work. കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരുടെ പുറത്ത് കൂടുതൽ ജോലി കൂട്ടി വയ്ക്കപ്പെടുന്നു. If there is one good worker, ഒരു നല്ല പണിക്കാരനുണ്ടെങ്കിൽ all the other lazy fellows in the office throw their work on him. ഓഫീസിൽ മടിയന്മാരായ എല്ലാവരും തങ്ങളുടെ വേല അവന്റെ പുറത്ത് ഇട്ടേക്കും. But the net result is, എന്നാൽ അതിന്റെ അനന്തരഫലം എന്തായിരിക്കും? people are so tired by the end of the week. ആഴ്ചയുടെ അവസാനമാകുമ്പോഴേക്കും ആളുകൾ വളരെ ക്ഷീണിതരാകുന്നു. So on Sunday morning they sleep on. അതിനാൽ ഞായറാഴ്ച രാവിലെ അവർ Of course, ഉറങ്ങിക്കൊണ്ടേയിരിക്കും. whether they are sleeping because they are too drunken, I don't know. ഏറെ മദ്യപിച്ചിട്ട് ഉറങ്ങുകയാണോ എന്ന് എനിക്കറിയില്ല. Because I see a lot of drunkards these days. കാരണം ഈ കാലങ്ങളിൽ ഞാൻ വളരെയേറെ മദ്യപാനികളെ And കാണുന്നു. I see the Lord Jesus Christ turning them, making them free from drink. കർത്താവായ യേശു ക്രിസ്തു അവരെ രൂപാന്തരപ്പെടുത്തി മദ്യത്തിൽ നിന്നും വിടുവിക്കുന്നത് ഞാൻ So കാണുന്നു. there is no rest in the office. അപ്പോൾ ഓഫീസുകളിൽ വിശ്രമമില്ല. And when they come home, അവർ വീട്ടിൽ വരുമ്പോൾ one man told me, ഒരാൾ എന്നോട് പറഞ്ഞു, when I came home, ഞാൻ വീട്ടിൽ വന്നപ്പോൾ my wife told me that a man fought with her at the street water tap. തെരുവ് വെള്ള പൈപ്പിന്റെ അടുക്കൽ ആരോ ഒരു ചെറുപ്പക്കാരൻ തന്റെ കൂടെ വഴക്കിട്ട് എന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു. So I took a knife അതിനാൽ ഞാൻ ഒരു കത്തി എടുത്തു. and I went out on the street. ഞാൻ ആ തെരുവിൽ പോയി. I saw that man ആ മനുഷ്യനെ ഞാൻ കണ്ടു. and I cut him to pieces. ഞാൻ അവനെ കഷണങ്ങളായി വെട്ടി. And when he was sentenced to life imprisonment, ജീവപര്യന്തം തടവിന് അവൻ ശിക്ഷിക്കപ്പെട്ടപ്പോൾ there he heard the word of God. Our people went and preached in the prison. ആ ജയിലിൽ നമ്മുടെ ആളുകൾ പോയി ദൈവവചനം പ്രസംഗിച്ചപ്പോൾ അവൻ അത് കേട്ടു. And he was converted. His heart was changed. അവൻ മാനസാന്തരപ്പെട്ടു. അവന്റെ ഹൃദയം മാറ്റപ്പെട്ടു. And he became a witness for Jesus when he came out of that long prison sentence. ദീർഘമായ തടവ് ശിക്ഷയ്ക്ക് ശേഷം പുറത്തു വന്നപ്പോൾ അവൻ യേശുവിന്റെ സാക്ഷിയായി തീർന്നു. My dear people, എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, so when you come home, അപ്പോൾ നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ your wife or your children create some troublesome situation, നിങ്ങളുടെ ഭാര്യയോ മക്കളോ സങ്കീർണമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണെങ്കിൽ and so you have no peace there. നിങ്ങൾക്ക് അവിടെ സമാധാനം ഉണ്ടാവുകയില്ല. Now more and more children are committing suicide. ഇപ്പോൾ കൂടുതൽ കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയാണ്. You know, I can't understand this. എനിക്കിത് മനസ്സിലാകുന്നില്ല. Nobody cares for me. ആരും എന്നെ കരുതുന്നില്ല. When I come home, ഞാൻ വീട്ടിൽ വരുമ്പോൾ mother is not at home. അമ്മ വീട്ടിലില്ല. My father is not at home. എൻ്റെ അച്ഛൻ വീട്ടിലില്ല. Who is the babysitter? Who is the one who has to take care of the കുഞ്ഞിനെ boy? നോക്കുന്നത് ആരാണ്? The television. ടെലിവിഷൻ. What? എന്ത്? Are you a mother with a conscience? മനസാക്ഷിയുള്ള ഒരു അമ്മയാണോ നിങ്ങൾ? See, today ഇന്ന് people want to buy this and buy that. ആളുകൾ ഇത് വാങ്ങുവാനും അത് വാങ്ങുവാനും ആഗ്രഹിക്കുന്നു. And they say one salary is not enough. അതിനാൽ ഒരു ശമ്പളം പോരാ എന്ന് അവർ പറയുന്നു. So 2 purses in the house. അതിനാൽ ഭവനത്തിൽ 2 പണസഞ്ചികൾ വരുന്നു. And each one begins to say, this is my money. ഓരോരുത്തരും ഇതെന്റെ പണമാണെന്ന് പറയാൻ തുടങ്ങും.
My wife and I, as I told you, have never had a fight. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ എൻ്റെ ഭാര്യയ്ക്കും എനിക്കും തമ്മിൽ ഒരു വഴക്കും ഉണ്ടായിട്ടില്ല. Generally, it is over money that people fight. പൊതുവെ പണത്തിന്റെ കാര്യത്തിലാണ് ആളുകൾ വഴക്കടിക്കുന്നത്. No, what little is in my pocket or whatever, I put it there on a table or something. എൻ്റെ കയ്യിലുള്ള കുറച്ച് പണം അല്ലെങ്കിൽ എന്തായാലും ഞാൻ മേശപ്പുറത്ത് വയ്ക്കും. And I didn't marry a robber. Did you marry a robber? ഞാൻ ഒരു കള്ളിയെ വിവാഹം കഴിച്ചില്ല. നിങ്ങൾ ഒരു കള്ളിയെയാണോ വിവാഹം കഴിച്ചത്? See, so some men have married robbers. ചില പുരുഷന്മാർ കള്ളികളെയാണ് വിവാഹം കഴിച്ചത്. So they think you're all big robbers. അതിനാൽ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ എല്ലാവരും വലിയ കള്ളികളാണെന്ന്. So they will not tell you what salary they get. അതിനാൽ അവർക്ക് എത്ര ശമ്പളം ലഭിക്കുന്നുണ്ട് എന്ന് അവർ നിങ്ങളോട് They പറയില്ല. won't give you their bank account. അവരുടെ ബാങ്ക് അക്കൗണ്ട് അവർ നിങ്ങൾക്ക് നൽകില്ല. A woman said to me, ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, my husband has got money in the bank, but I don't know anything about what he has. എന്റെ ഭർത്താവിന് ബാങ്കിൽ പണമുണ്ട്, എന്നാൽ അത് എത്രയാണെന്ന് എനിക്കറിയില്ല. Oh, people, men say, no, I won't tell my wife. പുരുഷന്മാർ പറയുന്നു, ഓ ഞാൻ എന്റെ ഭാര്യയോട് My പറയില്ല. dear people, എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, fighting over money. പണത്തിന്റെ മേൽ തല്ലുപിടിക്കുന്നത്. Of course, your marriage maybe began with money. പിന്നെ നിങ്ങളുടെ വിവാഹം പണത്തിലായിരിക്കും ആരംഭിച്ചത്. Oh, you are a big robber. നിങ്ങൾ ഒരു വലിയ കള്ളനാണ്. Because കാരണം before marriage, you went and had a big bargain. വിവാഹത്തിന് മുൻപേ നിങ്ങൾ പോയി ഒരു വലിയ How വിലപേശൽ much നടത്തി. will you give me? നിങ്ങൾ എനിക്ക് എത്ര തരും? Only the girl? പെണ്ണിനെ മാത്രമോ? No. ഇല്ല. I want the girl plus, or I want 10 lakhs plus, maybe I want the എനിക്ക് girl. പെണ്ണും 10 ലക്ഷവും വേണം. What? എന്ത്? You think it's a market? ഇതൊരു ചന്ത എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത്? You know, my dear people, എന്റെ പ്രിയപ്പെട്ട we ജനങ്ങളെ, have made marriage a bargain place. വിവാഹത്തെ നാം ഒരു വിലപേശുന്ന ഇടമായി മാറ്റിയിരിക്കുകയാണ്. So much gold. ഇത്ര സ്വർണം. You know what my wife did? എന്റെ ഭാര്യ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാമോ? One of the first things we did soon after marriage, വിവാഹം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ചെയ്ത ആദ്യത്തെ we went കാര്യങ്ങളിൽ to ഒന്ന്, the jeweler's shop. ഞങ്ങൾ സ്വർണ്ണ കടയിൽ പോയി. What for? എന്തിന്? To sell her gold. അവളുടെ സ്വർണം വിൽക്കാനായി. She said, I'm not going to wear this ഈ jewelry, സ്വർണം ഇനിയും ഞാൻ ഇടില്ല എന്ന് അവൾ പറഞ്ഞു. so let me give it to the Lord. അതിനാൽ ഞാൻ അത് കർത്താവിന് കൊടുത്തേക്കാം. You know, my dear friend, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, what is the beauty of a girl? ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്താണ്? The gold which she brings? അവൾ കൊണ്ടുവരുന്ന സ്വർണമാണോ? No. അല്ല, Her inward condition. അവളുടെ ആന്തരികമായ അവസ്ഥ. That is the beauty of a girl. അതാണ് ഒരു പെണ്ണിന്റെ സൗന്ദര്യം. Now we only have Bollywood kind of beauty. ഇപ്പോൾ നമുക്ക് ബോളിവുഡ് സൗന്ദര്യം മാത്രമേ ഉള്ളൂ. One evening's beauty. ഒരു വൈകുന്നേരത്തിന്റെ സൗന്ദര്യം. That's all. അത്രമാത്രം. Oh, how sad. ഓ എത്ര ദുഃഖകരം. What did the Lord Jesus say? കർത്താവായ യേശു എന്താണ് പറഞ്ഞത്? Come unto me, എന്റെ അടുക്കൽ വരുവിൻ, all you who labor കഷ്ടപ്പെടുന്ന എല്ലാവരും and are heavy laden, ഭാരം ചുമക്കുന്ന എല്ലാവരും, I will give you rest. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. You know, I have seen people, strong people. ശക്തരായ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. I'm not a magician, I'm just an ordinary person. ഞാനൊരു മന്ത്രവാദിയല്ല, ഞാനൊരു സാധാരണക്കാരൻ മാത്രമാണ്. But I saw them shaking, trembling, weeping, എന്നാൽ ഇവർ വിറച്ചുകൊണ്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. confessing their sin. പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട്. One man said, ഒരാൾ പറഞ്ഞു,
Oh, his chest was heaving. അവന്റെ നെഞ്ച് ഇടിച്ചുകൊണ്ടേയിരുന്നു. But his sins were so sad and so great. എന്നാൽ അവന്റെ പാപം വളരെ ദുഃഖകരമായും വലുതായുമിരുന്നു. And he said, I forgot my sin. എന്റെ പാപം ഞാൻ മറന്നു എന്ന് അവൻ പറഞ്ഞു. King David said, ദാവീദ് രാജാവ് പറഞ്ഞു, my sin is ever before me. എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നു. Against thee, thee only have I sinned. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. And done this evil in your sight. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. Did not God see you? ദൈവം നിന്നെ കണ്ടില്ലേ? Were not his eyes upon you when you went to that secret place? ആ രഹസ്യ സ്ഥലത്തേക്ക് പോയപ്പോൾ അവന്റെ കണ്ണ് നിന്റെ മേൽ ആയിരുന്നില്ലേ? I said to this man, ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു, did you commit adultery in a നീ church? പള്ളിയിൽ വ്യഭിചാരം ചെയ്തുവോ? He said yes. ഉവ്വ എന്ന് അവൻ പറഞ്ഞു. Today, ഇന്ന് our church buildings are being used for all kinds of wickedness. നമ്മുടെ പള്ളിയുടെ കെട്ടിടങ്ങൾ എല്ലാ തരത്തിലുള്ള തിന്മയ്ക്കും ഉപയോഗിക്കപ്പെടുന്നു. No purity in the choir, കൊയറിൽ വിശുദ്ധിയില്ല. no purity in the platform. പ്രസംഗപീഠത്തിൽ വിശുദ്ധിയില്ല. What? എന്ത്? Are we trying to mock God? നാം ദൈവത്തെ പരിഹസിക്കുവാൻ ശ്രമിക്കുകയാണോ? It is very sad. അത് വളരെ ദുഃഖകരമാണ്. You know, friends, നിങ്ങൾക്കറിയാമോ എന്റെ I സുഹൃത്തുക്കളെ, had corrupted my eyes എന്റെ കണ്ണുകളെ ഞാൻ അശുദ്ധമാക്കി. even as a boy. And oh, what a fight I had. ഓ, എന്തൊരു പോരാട്ടമായിരുന്നു എനിക്ക് I ഉണ്ടായിരുന്നത്. had to go to the cross of Jesus. യേശുവിന്റെ ക്രൂശിങ്കൽ ഞാൻ പോകേണ്ടി വന്നു. Lord, change me. കർത്താവേ, എന്നെ മാറ്റണമേ. Change my eyes. Sanctify my heart. എന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. My dear people, എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, whosoever looketh on a woman to lust after her സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം has already committed adultery with her in his heart. ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. The Lord Jesus said so. കർത്താവായ യേശു അങ്ങനെ പറഞ്ഞു. That is the definition which he gave about adultery. വ്യഭിചാരത്തെ കുറിച്ച് യേശു നൽകിയ വിവരണം അതാണ്. Now, my friends, എന്റെ സുഹൃത്തുക്കളെ, come unto me. എന്റെ അടുക്കൽ വരുവിൻ. You know, he did not say, come to the temple. ആലയത്തിലേക്ക് വരുവിൻ എന്ന് യേശു പറഞ്ഞില്ല. Come and bring your money. വരൂ, നിങ്ങളുടെ പണം കൊണ്ടുവരൂ. No. ഇല്ല, He said, come to me. അവൻ പറഞ്ഞു, എല്ലാവരും എന്റെ അടുക്കൽ I വരുവിൻ, will give you rest. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. So, അതിനാൽ what is our chief belief and trust and doctrine? നമ്മുടെ പ്രധാനമായ വിശ്വാസവും പ്രത്യാശയും സിദ്ധാന്തവും എന്താണ്? Christ. ക്രിസ്തു. We declare Christ. നാം ക്രിസ്തുവിനെ പ്രസ്താവിക്കുന്നു. We are not ashamed of Jesus. യേശുവിന്റെ കാര്യത്തിൽ നാം ലജ്ജിക്കുന്നില്ല. So, അപ്പോൾ if you turn to Isaiah 57 യെശയ്യാവ് 57 അധ്യായത്തിലേക്ക് നിങ്ങൾ തിരിച്ചാൽ and verse 20, 20 വാക്യം, Isaiah 57 verse 20, യെശയ്യാവ് 57:20, but the wicked are like the troubled sea, ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ when it പോലെയാകുന്നു, cannot rest. അതിന് അടങ്ങിയിരിപ്പാൻ കഴിയുകയില്ല. Troubled sea when it cannot rest. കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു. You know, friends, നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ, some people think, ചില ആളുകൾ ചിന്തിക്കുന്നത്, oh, Christian life means a bed of fine roses. ക്രിസ്തീയ ജീവിതം നല്ല റോസാപ്പൂവിന്റെ കിടക്കയാണെന്ന്. No cross. ക്രൂശ് ഇല്ല. I don't want to bear the cross. എനിക്ക് ക്രൂശ് വഹിപ്പാൻ പറ്റില്ല. So, അതിനാൽ I want to be a Christian, എനിക്കൊരു ക്രിസ്ത്യാനി ആകണം, but I don't want the cross. എന്നാൽ എനിക്ക് ക്രൂശ് വേണ്ട. That is what Christians in India are saying today. അതാണ് ഭാരതത്തിലെ ക്രിസ്ത്യാനികൾ ഇന്ന് പറയുന്നത്. In China, ചൈനയിൽ
Oh, if you suddenly a secret Christian meeting is discovered by the police, ആകസ്മികമായി ഒരു രഹസ്യ ക്രിസ്തീയ യോഗം പോലീസുകാരാൽ the കണ്ടുപിടിക്കപ്പെട്ടാൽ preacher will be thrown in prison. സഭാപ്രസംഗിയെ കാരാഗൃഹത്തിലാക്കും. Likewise, in some communist countries, അതേ വിധത്തിൽ ചില കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും when I was preaching in East Germany at the height of their communism, കമ്മ്യൂണിസത്തിന്റെ ഉന്നതികളിൽ ഞാൻ കിഴക്കൻ ജർമ്മനിയിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ the police knew about it പോലീസുകാർ അതിനെക്കുറിച്ച് അറിഞ്ഞു. and they were furious. അവർ അത്യധികം കോപിതരായി. And it was a miracle that I managed to leave that country after finishing my work. എന്റെ വേല തീർത്തിട്ട് ഞാൻ ആ രാജ്യം വിട്ട് പുറത്തു വന്നത് ഒരു അത്ഭുതമായിരുന്നു. Oh, it is a joy to bear the cross. ക്രൂശ് വഹിക്കുന്നത് ഒരു സന്തോഷമാണ്. You see, on one occasion, ഒരു അവസരത്തിൽ my children were very sick. എന്റെ കുട്ടികൾക്ക് തീരെ സുഖമില്ലായിരുന്നു. One child was getting blood through the nose. ഒരു കുട്ടിയുടെ മൂക്കിൽ കൂടി ചോര വന്നുകൊണ്ടിരുന്നു. Another child had fever. മറ്റൊരു കുട്ടിക്ക് പനിയായിരുന്നു. And it was a viral അത് fever. വൈറൽ പനി ആയിരുന്നു. My wife, though she is a doctor, could not do anything. എന്റെ ഭാര്യ ഡോക്ടർ ആയിരുന്നിട്ടും അവൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. But God had asked me, and I had to preach in Europe and America. എന്നാൽ ദൈവം എന്നോട് യൂറോപ്പിലും അമേരിക്കയിലും പ്രസംഗിക്കാനായി പറഞ്ഞിരുന്നു. The 6-day war was just over 6 ദിവസത്തെ യുദ്ധം കഴിഞ്ഞതേയുള്ളൂ. between the Arab countries and Israel. അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം. And my ship was taking me round the Cape of Good Hope. എന്റെ കപ്പൽ എന്നെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന്റെ ചുറ്റും കൊണ്ടുപോവുകയായിരുന്നു. And the sea was so stormy. കടലിൽ കൊടുങ്കാറ്റ് അടിക്കുകയായിരുന്നു. And one of our boys, one of the children was expected. My wife was 8 months pregnant. എന്റെ ഭാര്യ 8 മാസം ഗർഭിണിയായിരുന്നു. And the sea, the waves were 30 feet high. സമുദ്രത്തിന്റെ തിരമാലകൾ 30 അടി ഉയരത്തിലായിരുന്നു. The ship was going down and up. കപ്പൽ താഴേക്കും മുകളിലേക്കും But പോവുകയായിരുന്നു. God kept the baby and my wife എന്നാൽ ദൈവം എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും കാത്തു, and healed the children. കുട്ടികളെയും സൗഖ്യപ്പെടുത്തി. Though I almost thought we would bury 1 or 2 of them in the sea. കടലിൽ 1-2 കുട്ടികളെ അടക്കം ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ചിന്തിച്ചു പോയിരുന്നുവെങ്കിലും Listen, friend. ശ്രദ്ധിക്കൂ You സുഹൃത്തുക്കളെ, think I have worked for a paycheck? ശമ്പള ചെക്കിനായി ഞാൻ വേല ചെയ്തു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? No. ഇല്ല. The cross of Jesus. യേശുവിന്റെ ക്രൂശ്, Carrying the cross of Jesus. യേശുവിന്റെ ക്രൂശ് ചുമക്കുന്നത്. What did Jesus say? യേശു എന്താണ് പറഞ്ഞത്? He that would be my disciple, എന്റെ ശിഷ്യനായി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ let him deny himself, തന്നെത്താൻ ത്യജിച്ചു take up his cross daily, തന്റെ ക്രൂശ് ദിവസവും എടുത്ത് and follow me. എന്നെ അനുഗമിക്കട്ടെ. So, friends, സുഹൃത്തുക്കളെ, when one of our boys from Northeast gives his testimony, വടക്ക് കിഴക്കിൽ നിന്ന് നമ്മുടെ ആൺകുട്ടികളിൽ ഒരാൾ തന്റെ സാക്ഷ്യം നൽകി. I have been in more dangerous places than Arunachal Pradesh. അരുണാചൽ പ്രദേശിനേക്കാളും അപകടകരമായ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. Places where they wanted to kill me. എന്നെ കൊല്ലുവാൻ ശ്രമിച്ച സ്ഥലങ്ങളിൽ. But എന്നാൽ the gospel has triumphed. സുവിശേഷം വിജയിച്ചു. My dear people, എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, the cross. ക്രൂശ്. You want a Christianity without the cross? ക്രൂശ് ഇല്ലാത്ത ക്രിസ്ത്യാനിത്വമാണോ It നിങ്ങൾ is a ആഗ്രഹിക്കുന്നത്? joy to carry the cross. ക്രൂശ് ചുമക്കുന്നത് ഒരു ആനന്ദമാണ്. My Savior died by the roadside എന്റെ രക്ഷകൻ വഴിയരികത്ത് മരിച്ചു. with people shaking their heads and mocking him. ആളുകൾ തങ്ങളുടെ തലകുലുക്കി പരിഹസിച്ചു കൊണ്ടിരുന്നപ്പോൾ
Can't we bear a little shame for him? അവന് വേണ്ടി നമുക്ക് അല്പം അപമാനം സഹിച്ചുകൂടെ? So the Bible says, അതിനാൽ വേദപുസ്തകം പറയുന്നു, the wicked are like the waves of the sea. ദുഷ്ടൻ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു, when it cannot rest. അതിന് അടങ്ങിയിരിപ്പാൻ Whose കഴിയുകയില്ല. waters cast up dirt. അതിലെ വെള്ളം and ചേറും mire. ചെളിയും മേലോട്ട് തള്ളുന്നു. So അതിനാൽ we see that when we turn to the Lord Jesus, കർത്താവായ യേശുവിലേക്ക് നാം തിരിയുമ്പോൾ there is first a wonderful peace. ആദ്യം ഒരു അത്ഭുതകരമായ സമാധാനമുണ്ട്. You know, what does the child do as soon as it's born? ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ എന്താണ് ചെയ്യുന്നത്? Some of you midwives or doctors, what do you do if the child is a very silent and won't open its mouth? നിങ്ങളിൽ സൂതികർമ്മിണികളും ഡോക്ടർമാരുമായവർ ഒരു ശിശു വായ് തുറക്കാതെ നിശബ്ദമായി ഇരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? You do a terrible thing. You give it a slap on its hind parts. നിങ്ങൾ ഒരു ഭയങ്കരമായ കാര്യം ചെയ്യും, അതിന്റെ പൃഷ്ഠഭാഗത്ത് ഒരു അടി കൊടുക്കും. You see? പിന്നെ Ah! കുഞ്ഞ് കരയും. Then you say, oh, the child is breathing. പിന്നെ നിങ്ങൾ പറയും, ഓ കുഞ്ഞ് ശ്വസിക്കുന്നുണ്ടെന്ന്. What does a newborn baby do? ഒരു നവജാത ശിശു എന്താണ് ചെയ്യുന്നത്? It begins with that cry. ആ കരച്ചിലോട് കൂടി അവൻ ജീവിതം ആരംഭിക്കുന്നു. What do you do? നിങ്ങൾ എന്ത് ചെയ്യും? You have the spirit of prayer. നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ആത്മാവുണ്ട്. Oh, you want to pour out your heart to God. ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയത്തെ പകരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. Your burdens. നിങ്ങളുടെ ഭാരങ്ങൾ. Lord, കർത്താവേ, my relatives are still unconverted. എന്റെ ചാർച്ചക്കാർ ഇപ്പോഴും മാനസാന്തരപ്പെട്ടിട്ടില്ല. So many of my family are still worshipping idols. എന്റെ കുടുംബത്തിലെ പലരും ഇപ്പോഴും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. Oh Lord, reveal yourself to them. ഓ കർത്താവേ, അവർക്ക് അങ്ങയെ തന്നെ വെളിപ്പെടുത്തണേ. Yes, that's what you will do. അതെ, അങ്ങനെ ആയിരിക്കും നിങ്ങൾ What did ചെയ്യുന്നത്. St. Paul do after his conversion? വിശുദ്ധനായ പൗലോസ് തന്റെ മാനസാന്തരത്തിനു ശേഷം എന്താണ് Let us ചെയ്തത്? turn to the book of Acts, അപ്പോസ്തല 9th പ്രവർത്തികൾ chapter. 9-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Book of Acts, 9th chapter, അപ്പോസ്തല പ്രവർത്തികൾ 9-ാം and അധ്യായം verse 20. 20-ാം വാക്യം. Soon after he was converted, അവൻ രക്ഷിക്കപ്പെട്ട ഉടൻ തന്നെ, Acts 9, verse 20. അപ്പോസ്തല പ്രവർത്തികൾ 9:20, And straightway he preached Christ. അവൻ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. In the synagogues, that he is the Son of God. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ And പ്രസംഗിച്ചു. all that heard him were കേട്ടവരെല്ലാവരും amazed വിസ്മയിച്ചു. and said, Is not this he which destroyed them, which called on this name? ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? And came hither for that intent, ഇവിടെയും that he may bring them bound unto the chief അവരെ priests. പിടിച്ചുകെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുവാനല്ലോ വന്നത് എന്ന് പറഞ്ഞു. They were all amazed. അതെ, കേട്ടവർ എല്ലാവരും വിസ്മയിച്ചു. What is full of Jesus? എന്ത്, അവൻ യേശുവിനാൽ നിറഞ്ഞിരുന്നോ? My dear friends, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, when we look at our offices, നമ്മുടെ ഓഫീസുകൾ നാം നോക്കുമ്പോൾ the bribe taking, കൈക്കൂലി വാങ്ങൽ, the oppression of the poor. എളിയവരെ പീഡിപ്പിക്കുന്നത്, Does a poor man have a chance in India? ഒരു ദരിദ്രന് ഭാരതത്തിൽ വല്ല അവസരവും ഉണ്ടോ? In an office ഓഫീസുകളിലോ or in the court? കോടതികളിലോ? No chance. ഒട്ടുമില്ല. Bring the money first. ആദ്യം പണം കൊണ്ടുവരൂ. Sir, my wife is transferred 70 kilometers away. സർ, എന്റെ ഭാര്യയെ 70 കിലോമീറ്റർ അകലെ സ്ഥലം മാറ്റി. I have 4 children. എനിക്ക് 4 കുട്ടികളുണ്ട്. I am not a rich man. I can't have 2 establishments. ഞാൻ ഒരു ധനികനല്ല, എനിക്ക് 2 സ്ഥാപനം വഹിക്കുവാൻ പറ്റില്ല.
please give a transfer back to my wife. എൻ്റെ ഭാര്യയെ ദയവായി തിരികെ ട്രാൻസ്ഫർ ചെയ്യണം. Bring 30,000, 50,000. 30,000 50,000 കൊണ്ടുവരൂ. How sad. എത്ര ദുഃഖകരം. My dear എൻ്റെ friends, പ്രിയ സുഹൃത്തുക്കളെ, we as Christians ക്രിസ്ത്യാനികളായ നാം are filling the land with darkness. ഈ നാടിനെ അന്ധകാരത്താൽ നിറയ്ക്കുകയാണ്. We need a special chamber in hell. നരകത്തിൽ നമുക്ക് ഒരു പ്രത്യേക അറ ആവശ്യമാണ്. A chamber which burns with more fury than others. മറ്റു അറകളെക്കാളും കൂടുതൽ തീവ്രതയോട് കൂടി കത്തുന്ന അറ. Have we got the light? നമുക്ക് വെളിച്ചമുണ്ടോ? And we want to hide the light under the bushel? വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ വയ്ക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. Where are the lights? വിളക്കുകൾ They എവിടെയാണുള്ളത്? are put at the highest point. ഉയർന്ന സ്ഥലങ്ങളിലാണ് അവ വയ്ക്കപ്പെടുന്നത്. Are we putting Jesus at the highest point? നാം യേശുവിനെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് വയ്ക്കുന്നുണ്ടോ? No. ഇല്ല. May God forgive me. ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. May God forgive you. ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ. But എന്നാൽ we are doing a grave injustice സുവിശേഷത്തിന് to the നാം gospel. ഗുരുതരമായ അനീതി ചെയ്യുന്നു. We are happy that we have our food and money. നമുക്ക് ആഹാരവും പണവും ഉള്ളതിനാൽ നാം സന്തുഷ്ടരാണ്. The Bible says, വേദപുസ്തകം പറയുന്നു, the servant who knew his master's will and did it not യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് shall be counted worthy of many stripes. വളരെ അടികൊള്ളും. Come unto me. എന്റെ അടുക്കൽ വരുവിൻ. First rest. ആദ്യം ആശ്വസിക്കുവിൻ. Learn of me. എന്നോട് പഠിപ്പിൻ. Take my yoke upon you. എന്റെ നുകം ഏറ്റുകൊള്ളുവിൻ. For my yoke is easy and my burden light. എന്റെ നുകം മൃദുവും എന്റെ ചുമട് Shall ലഘുവുമാകുന്നു. we take the yoke of Jesus? നമുക്ക് യേശുവിന്റെ നുകം എടുക്കരുതോ? The cross of Jesus? യേശുവിന്റെ ക്രൂശ് He will bless. അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Let us tell God, നമുക്ക് ദൈവത്തോട് പറയാം, Lord, കർത്താവേ, I want rest in my heart. എനിക്ക് ഹൃദയത്തിൽ ആശ്വാസം വേണം. Wash me from my sin. എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ കഴുകണമേ. Lord Jesus, കർത്താവായ I യേശുവേ, will not hide my sin. എന്റെ പാപം ഞാൻ മറച്ചു I bring വയ്ക്കുകയില്ല. them to your feet. അങ്ങയുടെ പാദത്തിൽ ഞാൻ അവ കൊണ്ടുവരുന്നു. Cleanse me in your blood. അങ്ങയുടെ രക്തത്തിൽ എന്നെ കഴുകണമേ. Hear our prayer. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. In Jesus' holy name. യേശുവിൻ വിശുദ്ധ നാമത്തിൽ Amen. ആമേൻ.